നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ചു. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം മാർച്ച് 15 ചാലക്കുടി SN ഹാളിൽ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന ജ്വാല 3.0 സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ജെൻഡർ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ ഷീല മനോഹരൻ അവതരിപ്പിച്ചു. 67.10 കോടി രൂപ പ്രതീക്ഷിത ചെലവും 68.23 കോടി രൂപ വരവും 1.13 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഗ്രാമീണ മേഖലയ്ക്കും സ്ത്രീകളുടെ വികസനത്തിനുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 21 കോടി രൂപ ചെലവിൽ 4000 പേർക്ക് കൂടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 5.6 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ഉറപ്പാക്കുക. 20.43 കോടി രൂപ ചെലവിൽ കൃഷി, ആരോഗ്യം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മേഖലകളിൽ സ്ത്രീകൾക്കായി വിവിധ പദ്ധതികൾ എന്നിവയ്ക്കാണ് ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത്. ഭവന നിർമ്മാണത്തിനു വേണ്ടി 15.16 കോടി, ആരോഗ്യ മേഖലയ്ക്ക് 2.30 കോടി, പട്ടികജാതി വികസനത്തിന് 2.05 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ മുന്നേറ്റം, പരമ്പരാഗത കുടിൽ വ്യവസായങ്ങളുടെ പുനരുജ്ജീവനം, കലാകാരന്മാർക്ക് പ്രോത്സാഹനം, അങ്കണവാടികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, കാർബൺ നിർഗമനം കുറയ്ക്കുന്നതിനുള്ള നൂതന പദ്ധതി തുടങ്ങിയവയും ബജറ്റിൽ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, KM ബാബുരാജ്, കലാപ്രിയ സുരേഷ്, രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ടെസ്സി ഫ്രാൻസിസ്, സദാശിവൻ EK, അംഗങ്ങളായ രഞ്ജിത്ത് MR, സജിത രാജീവൻ, പോൾസൺ തെക്കുംപീടിക, അസൈൻ TK, മുകുന്ദൻ VK, സതി സുധീർ, മിനി ഡെന്നി, ഹേമലത നന്ദകുമാർ, ഷീല ജോർജ്, ടെസ്സി വിൽസൺ, ബ്ലോക്ക് സെക്രട്ടറി ജിനീഷ് KC തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം മാർച്ച് 15 ചാലക്കുടി SN ഹാളിൽ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷിന് മന്ത്രി സമ്മാനിക്കും. ജനയുഗം മുൻ ലേഖകൻ CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ ബിനീഷ് വിശ്വത്തിനും, പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം തൃശൂർ ACV ന്യൂസിലെ പ്രദീപ് ഉണ്ണിക്കും, കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം ചേലക്കര NCTVയിലെ ധന്യ മണികണ്ഠനും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് NCTVയിലെ ആന്റോ കല്ലേരിക്കും, കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പബ്ലിക് തൃശൂരിലെ ശിവപ്രസാദ് പട്ടാഭിക്കും, മികച്ച വാർത്താ ചിത്രത്തിനുള്ള AP തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാളിനും മന്ത്രി സമ്മാനിക്കും. 5000 രൂപയും ഫലകവും അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരങ്ങൾ. ദൂരദർശൻ മുൻ ന്യൂസ് റീഡറും ജനം TV മുൻ സീനിയർ എഡിറ്ററുമായ R. ബാലകൃഷ്ണൻ, സത്യദീപം എഡിറ്റർ ഷിജു അച്ചാണ്ടി, മെട്രോ വാർത്ത UAE ചീഫ് റിപ്പോർട്ടർ റോയ് റാഫേൽ, തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് കണ്ണൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്.
സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരിക്കും. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 100ഓളം പത്ര ഏജന്റുമാരെ ആദരിക്കും. MLA ഉപഹാര സമർപ്പണം നടത്തും. നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായ വിതരണം നടത്തും. പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ സമ്മാനിക്കും. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത അനുസ്മരിക്കും. പ്രണാമം ചീഫ് കോർഡിനേറ്റർ KB ബിനേഷ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുമെന്ന് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജനറൽ കൺവീനർ ഷാലി മുരിങ്ങൂർ, ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി എന്നിവർ അറിയിച്ചു. ഇതിൽ നമ്മൾ മൺമറഞ്ഞു പോയ മാധ്യമ പ്രവർത്തകരുണ്ട്, ചാലക്കുടി മേഖലയിലെ പ്രധാനപ്പെട്ടവർ. അവരെ ആദരിക്കുന്നതിനും അവരുടെ ഓർമ്മ പുതുക്കുന്നതിനുമായാണ് ഈ പ്രണാമം എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ നമുക്ക് എല്ലാ വർഷവും നൽകുന്നത് പോലെ തന്നെ കുറച്ച് മാധ്യമ അവാർഡുകളുടെ പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ്, 15-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ഈ പ്രണാമം എന്ന പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്ററാണ് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് സെക്രട്ടറി തോംസൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ കിരൺ ഷൺമുഖൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ട്രഷറർ ഷിജു ചോനേടൻ, യൂണിറ്റ് സെക്രട്ടറി ബാബു ജോർജ്, ജോഷി നെടുമ്പാക്കാരൻ, സിൻഡോ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ലഹരി സംബന്ധമായിട്ടുള്ള ഓരോ അപകടങ്ങളും മരണങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്യുവാനും അതൊക്കെ നിർത്തലാക്കാനും അതിനുവേണ്ട നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. വനിതാവേദി മുഖ്യ ഉപദേഷ്ടാവ് വി കുമാരിയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച വനിതാ ദിനാചരണ സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K രമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. 4-ാം വാർഡ് കുടുംബശ്രീ CDS സീതാമോഹനൻ, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, ശൈലജ P, ലൈബ്രറിയൻ MK ശ്രീജ എന്നിവർ സംസാരിച്ചു. ഇതിനോടനുബന്ധിച്ച് പരമ്പരാഗത ഭക്ഷണങ്ങളുടെ പ്രദർശനവും വിതരണവും നടന്നു. കിട്ടേണ്ടതാണ്, പക്ഷെ കിട്ടിയില്ല. ആങ്ങളെ കൊടുത്തില്ല. വിധി ഉണ്ടായാൽ പോരാ, വിധി നടത്തി കിട്ടണം. ആ വിധി നടത്തി കിട്ടാൻ വീണ്ടും അവര് പോരാടേണ്ടി വന്നു. അപ്പോഴേക്കും അവർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വന്നു. അവരുടെ പേരിൽ ഇത്ര സ്വത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് അടക്കണം. ഇതാണ് പൊതുവില് ഒരു നീതിയുടെ അവസ്ഥ. വികസനത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഗൗരവമുള്ള ചോദ്യം കൂടെ ഉന്നയിക്കപ്പെടുകയാണ്. അതേപറ്റിയെല്ലാം നമ്മുടെ ഉദ്ഘാടക വിശദമായി സംസാരിക്കുന്നതാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന ജ്വാല 3.0 സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ തൃശൂർ റൂറൽ ജില്ലാതല ഉദ്ഘാടനം കൊടകര സഹൃദയ അഡ്വാൻസ് സ്റ്റഡീസിൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നിർവഹിച്ചു. തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഉല്ലാസ് VA അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു. വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ സൗമ്യ EU, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കരുണ K, കൊടകര പോലീസ് ഇൻസ്പെക്ടർ ദാസ് TK, ജനമൈത്രി സുരക്ഷാ പദ്ധതി ADNO ശ്രീലാൽ CN എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ HR കോൺക്ലേവ് സംഘടിപ്പിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് കേരള ചാപ്റ്റർ വൈസ് ചെയർമാനും SS കൺസൾട്ടിന്റെ സ്ഥാപകനും പ്രിൻസിപ്പൽ കൺസൾട്ടന്റുമായ അനീഷ് അരവിന്ദ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന വിഷയത്തിലായിരുന്നു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഗ്ലോ മൈൻഡ് ട്രെയിനിംഗ് കൺസൾട്ടൻസിയുടെ ഡയറക്ടറും NIPM കേരള ചാപ്റ്റർ സെക്രട്ടറിയുമായ ക്ഷമ സന്ദീപ്, റിഫ്ലക്ഷൻസ് ഇൻഫോ സിസ്റ്റത്തിലെ സീനിയർ HR സ്പെഷ്യലിസ്റ്റ് അമൃത U
എന്നിവർ സെഷനിൽ പങ്കെടുത്തു. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ മോഡറേറ്ററായിരുന്നു. ഭാവിയിലെ ജോലി രംഗത്തിനായി വിദ്യാർത്ഥികളിൽ സ്കില്ലിംഗ് വർദ്ധിപ്പിക്കാനും അവരെ ജോലി സജ്ജരാക്കാനുള്ള തന്ത്രങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെട്ടു. വ്യവസായ മേഖലയിലെ പുതിയ പ്രവണതകൾ, സവിശേഷ സാങ്കേതിക വിദ്യകൾ, HR മാനേജ്മെന്റ് എന്നിവയിലെ വെല്ലുവിളികൾക്കുള്ള പരിഹാരങ്ങൾ എന്നിവയും ചർച്ചയിൽ ഉയർത്തിക്കാട്ടി. ഇതിനോടനുബന്ധിച്ച് NIPM സിംസ് സ്റ്റുഡന്റ് ചാപ്റ്ററിന്റെ ആരംഭവും മുഖ്യാതിഥി അനീഷ് അരവിന്ദ് നിർവഹിച്ചു. അക്കാദമിക് തലത്തിലും ലീഡർഷിപ്പ് തലത്തിലും മികച്ച നേട്ടം കൈവരിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ 2ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള നിസർഗ സ്കോളർഷിപ്പ് ചടങ്ങിൽ വിതരണം ചെയ്തു. സിംസ് ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ് ആശംസകൾ നേർന്നു. അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ MK, SC പ്രൊമോട്ടർ സംഗീത ES എന്നിവർ സംസാരിച്ചു. 5,64,800 രൂപ ചെലവിൽ 16 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊമേഴ്സ് ബിരുദാനന്തര ബിരുദ വിഭാഗവും തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്ന് യൂണിയർ 2K25 എന്ന പേരിൽ കൊമേഴ്സ് ദിനം ആചരിച്ചു. സഹൃദയ കോളേജിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ആരംഭിച്ചതിന്റെ 10ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ദിനാചരണം നടത്തിയത്. ചടങ്ങിൽ സഹൃദയയിൽ നിന്നും പ്രൊഫഷണൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെയും സഹൃദയയിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന പാർട്ട്നേഴ്സിനെയും എക്സ്റ്റേണൽ ഫാക്കൽറ്റികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് TMAയുടെ നേതൃത്വത്തിൽ പാനൽ ചർച്ചയും സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറന്റ് സിബിൻ വാഴപ്പിള്ളി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, കൊമേഴ്സ് വിഭാഗം അസോസിയേറ്റ് HOD ഡോക്ടർ ഹന്ന ജോസഫ്, പ്രോഗ്രാം കൺവീനർ ജാൻസി TT എന്നിവർ സംസാരിച്ചു. കൊടകര പേരാമ്പ്ര കോട്ടത്തുപറമ്പിൽ ധർമ്മദൈവ ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് മേളം, പറനിറപ്പ് എന്നിവ ഉണ്ടായി. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്കും ഉണ്ടായി. തുടർന്ന് രാത്രിയിൽ മുത്തപ്പന്റെയും മുത്തിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും വീരഭദ്രൻ സ്വാമിയുടെയും രൂപക്കളങ്ങളും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. താഴേക്കാട് കണ്ണിക്കര സെന്റ് പോൾസ് CLP സ്കൂളിൽ പഠനോത്സവം നടത്തി. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ദിലീപ് ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ പ്രസന്ന ഡേവിസ്, വാർഡംഗം ഷൈനി വർഗീസ്, MPTA പ്രസിഡന്റ് ജിജി ജോഷി, സ്കൂൾ ലീഡർ ആദ്യ വിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ പഠന മികവുകൾ അവതരിപ്പിച്ചു. തിരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയവും നെഹ്റു യുവകേന്ദ്ര തൃശൂരിന്റെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. സെന്റ് പോൾസ് LP സ്കൂളിൽ നടത്തിയ പരിപാടി മുൻ ബാണ ബ്ലോക്ക് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ കോർഡിനേറ്റർ ദിവ്യ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി, വാർഡംഗം പ്രഭാകൃഷ്ണനുണ്ണി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻ സിലീൻ, ഗ്രാമീണ വായനശാല കമ്മിറ്റി അംഗം ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആശാ വർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, സെന്റ് പോൾസ് LP സ്കൂളിലെ അധ്യാപകർ എന്നിവരെ ആദരിച്ചു. പ്രസ്തുത പരിപാടിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. അനൂപ്, വൈശാഖ് R, സുബീഷ്, ശ്രീകാന്ത് MB, അനു അഭിലാഷ്, അനന്യ രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. ശോഭയിൽ നിൻമുഖം മാത്രം
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ചു. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം മാർച്ച് 15-ന് ചാലക്കുടി SN ഹാളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന ജ്വാല 3.0 സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.